ആരൊക്കെയാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ മുഖങ്ങളാകാൻ പോകുന്നത്? ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. ഏതാണ്ട് 9 മിനിറ്റ് കഴിയുമ്പോഴേക്കും ജെ.പി. നദ്ദ വാർത്താ സമ്മേളനത്തിൽ ബി.ജെ.പിയുടെ 100 പേരടങ്ങുന്ന ആദ്യഘട്ട ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിനകം പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദ വിളിച്ച വാർത്താ സമ്മേളനം 6 മണിക്ക് തുടങ്ങും. ആദ്യഘട്ടത്തിൽ 100 സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ബി.ജെ.പി കേരളത്തിൽ A+ മണ്ഡലങ്ങളായി പരിഗണിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഏകദേശ ചിത്രം ഇന്നുണ്ടാകും എന്ന് കരുതുന്നു. അവിടെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്ന് നമുക്ക് ഇന്ന് അറിയാൻ കഴിയും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർ രാധാകൃഷ്ണനും ഡൽഹിയിൽ അച്യുതനൊപ്പമുണ്ട്. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത്, എസ് ശ്രീകാന്ത് കൊച്ചിയിൽ, സൂരജ് സജി തൃശൂരിൽ, ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിലും നമ്മളോടൊപ്പം ചേരുന്നു. അച്യുതൻ, 6 മണിക്കാണല്ലോ ജെ.പി. നദ്ദയുടെ വാർത്താ സമ്മേളനം. 100 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനമാണ് ഉണ്ടാവുക. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പിന്നെ അമിത് ഷാ, രാജ്നാഥ് സിംഗ് എന്ന് തുടങ്ങി കേരളത്തിലെ ഈ A+ മണ്ഡലങ്ങൾ എന്ന് ബി.ജെ.പി പരിഗണിക്കുന്ന മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോഴുള്ളത്? ഗോപികൃഷ്ണൻ, 6 മണിക്കാണ് പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദ വിളിച്ചു ചേർത്തിരിക്കുന്ന വാർത്താ സമ്മേളനം ആരംഭിക്കുക. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനമായിരിക്കും ഉണ്ടാവുക. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും ഉൾപ്പെടുന്ന പേരുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. ഇതിൽ കഴിഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളെ പറ്റിയുള്ള ചർച്ചകളാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുള്ള അവലോകനങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും ആ ഒരു അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ചില മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഈ ദുർബലമായ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കളെ മുൻനിർത്തി അവരെ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുർബലമായ മണ്ഡലങ്ങളിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കും വരിക. അതായത് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് ബി.ജെ.പി നടത്തുന്നത്. അതായത് ദക്ഷിണേന്ത്യയിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ആയിരിക്കും മത്സര രംഗത്തിറക്കുക. നേരത്തെ തന്നെ എല്ലാ എംപിമാരുടെ പ്രവർത്തന റിപ്പോർട്ട് ബി.ജെ.പി തേടിയിരുന്നു. മറ്റ് സർവേകളും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ എംപിമാരുടെ പ്രവർത്തനങ്ങൾ, അതിൽ അതൃപ്തിയുള്ള ഇടങ്ങളിൽ സിറ്റിംഗ് എംപിമാരെ മാറ്റി നിർത്തി പുതുമുഖങ്ങളെ ആയിരിക്കും പരീക്ഷിക്കുക. അല്ലാത്ത ഇടങ്ങളിൽ അവർക്ക് തന്നെയായിരിക്കും വീണ്ടും ഒരു അവസരം കൂടി ബി.ജെ.പി നൽകുക. ഇതിൽ OBC വിഭാഗത്തിൽപ്പെട്ട എംപിമാരെ മാറ്റിയേക്കില്ല എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ഈ ജാതി സെൻസസ് ഒരു വലിയ പ്രചരണമാക്കുന്ന ഘട്ടത്തിലാണ് ആ ഒരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി എത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ വനിതാ സംവരണ ബില്ലടക്കം ബി.ജെ.പി നേട്ടമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ അടയാളപ്പെടുത്തലെന്നോണം സ്ത്രീ സ്ഥാനാർത്ഥികളും ഒരുപക്ഷെ ഈ ആദ്യഘട്ടത്തിൽ കൂടുതൽ മുൻതൂക്കം അവർക്കും നൽകിയേക്കും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഇതിലുണ്ടാകും. പ്രധാനമായി വിലയിരുത്തുമ്പോൾ പ്രധാനമന്ത്രിയെ ദക്ഷിണേന്ത്യയിൽ തന്നെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ കൂടി സജീവമായി നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ മണ്ഡലം അത് ഏതാണ് എന്നുള്ളതിന്റെ വ്യക്തത കൂടി ഇന്ന് ഒരുപക്ഷെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി അച്യുതൻ, ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ ആകാംക്ഷ നിറഞ്ഞ ഒരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. അതിൽ അച്യുതൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ വേണ്ടി ഒരു മണ്ഡലം തിരഞ്ഞെടുക്കുമോ എന്നുള്ളത്. 2019 അദ്ദേഹം വാരണാസിയിൽ നിന്ന് മത്സരിച്ചു. അതേ മണ്ഡലം നിലനിർത്തിക്കൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ നരേന്ദ്രമോദി ഒരു മത്സരിക്കാൻ രംഗത്തിറങ്ങുമോ, തമിഴ്നാട്ടിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമോ എന്ന് തുടങ്ങിയുള്ള ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ജെ.പി. നദ്ദ 100 സ്ഥാനാർത്ഥികളുടെ പട്ടികയുടെ പ്രഖ്യാപനം നടത്തും. അല്പസമയത്തിനകം ബി ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ നരേന്ദ്രമോദി ഉണ്ടാകുമെന്നുള്ളതാണ്. വലിയ അഭ്യൂഹം ഈ കാര്യത്തിലുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിൽ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ദക്ഷിണേന്ത്യയിലാകെ ബി.ജെ.പിക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറ്റാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടൽ ബി.ജെ.പിക്ക് ഉണ്ട്. അങ്ങനെയല്ല, ഇനി 2019 നരേന്ദ്രമോദി വാരാണസിയിലും അമിത് ഷാ ഗാന്ധിനഗറിലും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ലക്നൌവിലുമൊക്കെ പഴയ അതേ രീതിയിൽ തന്നെ മത്സരിക്കാനുള്ള ഒരു തീരുമാനമായിരിക്കുമോ ഉണ്ടാവുക? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ. ദിലീപ്,
ഗോപി, BJPയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യ അവർക്കിപ്പോഴും അപ്രാപ്യമാണ്. കർണാടകത്തിൽ ഭരണത്തിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക തൂത്തുവാരുകയും ചെയ്തു BJP. പക്ഷേ അവരെ സംബന്ധിച്ച് മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ, അത് തമിഴ്നാടാകട്ടെ, കേരളമാകട്ടെ, തെലങ്കാന, ആന്ധ്ര സംസ്ഥാനങ്ങൾ, ഇവയിലൊന്നും തന്നെ BJPക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പോരായ്മ. ഈ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുക, ഇവിടങ്ങളിൽ സീറ്റുകൾ കൂടുതൽ നേടുക. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ അവർക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. ആ പോരായ്മ തിരുത്തിക്കൊണ്ട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും സീറ്റുകൾ നേടുക എന്നത്, ഒന്നിലധികം സീറ്റുകൾ നേടുക എന്നതിനാണ് BJP ഊന്നൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെ 6 A ക്ലാസ് മണ്ഡലങ്ങൾ, അതിൽ തന്നെ 4 A+ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങൾ, ഇങ്ങനെ തരം തിരിച്ചുകൊണ്ട് അവിടെ ശക്തമായ പ്രവർത്തനം. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP അവരുടെ വോട്ട് ബാങ്ക്, വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ ഈ A ക്ലാസ്, A+ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്നും വിജയിക്കുക എന്നതാണ് ഇപ്പോൾ BJP അവലംബിച്ചിരിക്കുന്ന തന്ത്രം. ആരൊക്കെയായിരിക്കും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുക എന്നത് അല്പസമയത്തിനകം അറിയാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും പ്രധാനമന്ത്രി, നേരത്തെ ഗോപി പറഞ്ഞതുപോലെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. അവിടെ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നതിന് ഇടയാക്കിയേക്കും എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ വന്ന് മത്സരിക്കുമോ എന്ന കാര്യം ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. കന്യാകുമാരി BJPക്ക് നേരത്തെ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. അവിടെ നിന്ന് പ്രധാനമന്ത്രി മത്സരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അത് തൊട്ടടുത്തുള്ള തിരുവനന്തപുരം മണ്ഡലത്തെ കൂടി അവിടുത്തെ വോട്ടർമാരെയും സ്വാധീനിക്കാൻ കഴിയുമെന്ന അഭിപ്രായം BJPയിൽ തന്നെ പല നേതാക്കൾക്കുമുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനകം BJP അധ്യക്ഷൻ JP നദ്ദയുടെ വാർത്താ സമ്മേളനത്തിലൂടെ അറിയാനാകും. ഗോപി, ശരി. ഇനി നമ്മളോടൊപ്പം ചേരുന്നത് അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത്, S ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി എന്നിവരാണ്. അലക്സിലേക്ക് വരാം. അലക്സ്, നേരത്തെ ഇപ്പോൾ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 6 A ക്ലാസ് മണ്ഡലങ്ങൾ, അതിൽ തന്നെ BJP വിജയസാധ്യത ഏറ്റവും സാധ്യത കാണുന്ന 4 A+ മണ്ഡലങ്ങൾ, അതായത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പാലക്കാട്, തൃശ്ശൂർ, ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമൊക്കെ ഇന്നത്തെ ഈ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനത്തോടൊപ്പം അറിയാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട്. ആരൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് BJP സംസ്ഥാന നേതൃത്വം? എന്തൊക്കെ സൂചനകളാണ് ഇനിയിപ്പോൾ ഈ നിമിഷങ്ങളേ ഉള്ളൂ അതിൻ്റെ വിവരങ്ങളൊക്കെ വരാൻ, എന്തൊക്കെ സൂചനകളാണ് ലഭിക്കുന്നത്? ഗോപി, ഈ 4 മണ്ഡലങ്ങൾ BJPയുടെ പ്രസ്റ്റീജിയസ് മണ്ഡലങ്ങളാണ്. BJP കാലാകാലങ്ങളായി വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ്. അട്ടിമറി നടത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് BJPക്ക് ഉറച്ച വിശ്വാസമുള്ള മണ്ഡലങ്ങളാണ്. അത് തിരുവനന്തപുരമാണ്, ആറ്റിങ്ങലുണ്ട്, ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്. ഈ 4 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നൊരു പക്ഷേ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. BJP സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ BJP കേരളത്തിൽ മത്സരിക്കുന്ന 16 സീറ്റുകളിൽ 12 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇന്ന് അറിയാൻ സാധിക്കുമെന്നൊരു സൂചന BJP സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ട ദേശീയ നേതൃത്വമാണ്. എന്താണെങ്കിലും ആ പട്ടിക നമുക്ക് കാണാം. തിരുവനന്തപുരത്ത് എന്താണെങ്കിലും കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ MPയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് ടീം, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് ടീം തിരുവനന്തപുരത്ത് 2 ദിവസം മുമ്പ് തന്നെ എത്തിച്ചേർന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അനൗദ്യോഗികമായി മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസം തന്നെ 1-2 ദിവസത്തിനുള്ളിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് എത്താനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വിവരിച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള, അദ്ദേഹം എന്ന വ്യക്തിയെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ലഘു വീഡിയോകൾ ഇതിനോടകം BJPയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് ഏറെക്കുറെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉറപ്പിക്കാം. തിരുവനന്തപുരത്ത് ആദ്യം പരിഗണിച്ചിരുന്ന ജില്ലാ കമ്മിറ്റി നൽകിയിരുന്ന പേരുകൾ കേന്ദ്രമന്ത്രിമാർ അടങ്ങുന്ന വലിയ പട്ടികയാണ്. നിർമ്മല സീതാരാമൻ്റെ പേര്, നിർമ്മല സീതാരാമൻ ഇവിടെ നിന്നാൽ തിരുവനന്തപുരത്ത് പിടിച്ചടക്കാം കോൺഗ്രസിൽ നിന്നെന്ന് കണക്കുകൂട്ടിയിരുന്നു. S ജയശങ്കറുടെ പേര് പരിഗണിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരടക്കം തിരുവനന്തപുരത്ത് പരിഗണനയിലുണ്ടായിരുന്നു. ഒടുവിൽ അത് രാജീവ് ചന്ദ്രശേഖറിൽ എത്തുകയായിരുന്നു. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആറ്റിങ്ങലിൽ ക്യാമ്പ് ചെയ്ത് V മുരളീധരൻ അവിടെ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അനൗദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട്. V മുരളീധരൻ ആറ്റിങ്ങലിൽ സജീവമാണ്. ഇന്ന് ആറ്റിങ്ങലിൻ്റെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹത്തിനായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ചുവരെഴുത്ത് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. അതായത് സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ V മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കും, മോദിയുടെ ഗ്യാരണ്ടി അത് ആറ്റിങ്ങലിൽ V മുരളീധരനാണെന്ന പ്രചരണമാണ് അവർ ഇപ്പോഴേ തന്നെ നടത്തി തുടങ്ങുന്നത്. പാലക്കാടേക്ക് എത്തുമ്പോൾ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C
കൃഷ്ണകുമാർ കാലാകാലങ്ങളായി പാലക്കാട് മണ്ഡലത്തിൽ BJPയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അവിടെ വോട്ട് വർദ്ധിപ്പിക്കുന്ന കാൻഡിഡേറ്റായി BJP വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ജനസ്വീകാര്യത ഏറെയാണ് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. പൊതുജനങ്ങളുടെ വിഷയത്തിൽ, പ്രത്യേകിച്ച് കർഷകരുടെയൊക്കെ വിഷയത്തിൽ BJPയെ വലിയ രീതിയിൽ BJPയുടെ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ C. കൃഷ്ണകുമാർ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത എഫേർട്ട് BJPയുടെ ദേശീയ നേതൃത്വം മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. C. കൃഷ്ണകുമാർ പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിക്കപ്പെടും. മറ്റൊന്ന് BJPയെ സംബന്ധിച്ച് സ്റ്റാർ മത്സരം നടക്കുന്ന മണ്ഡലമായ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ തന്നെ സന്ദർശനത്തോടെ വ്യക്തമായതാണ്. നരേന്ദ്രമോദി 2 തവണയാണ് അവിടേക്ക് എത്തിയത്. അത് ഗുരുവായൂരിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഇതുമായി ബന്ധപ്പെട്ട വനിതാ സമ്മേളനം ജനുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ 2 വട്ടം അവിടേക്ക് എത്തുകയും തൃശ്ശൂർ മണ്ഡലം, ആ മണ്ഡലം എങ്ങനെ പിടിച്ചെടുക്കണം, ജനങ്ങളിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ള കാര്യം അത് നരേന്ദ്രമോദി തന്നെ തുടങ്ങി വെച്ച തൃശ്ശൂർ മണ്ഡലത്തിലാണ്. അവിടെ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് പൂർണ്ണമായ ഉറപ്പാണ്. അത്തരത്തിൽ ഈ 4 മണ്ഡലങ്ങളുടെയും, അതായത് A+ കാറ്റഗറിയിലുള്ള കാറ്റഗറിയിൽ BJP പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഏകദേശ രൂപമാണ് ഇപ്പോഴും അലക്സ് റാം മുഹമ്മദ് നമുക്ക് നൽകിയത്. സൂരജ് സജി നമ്മളോടൊപ്പം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, നേരത്തെ ഇപ്പോൾ അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞതാണ്. പ്രധാനമന്ത്രിയുടെ 2 വട്ടത്തെ തൃശ്ശൂരിലേക്കുള്ള വരവ്, അതിൽ വേദിയിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, സുരേഷ് ഗോപിക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ, അത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തൃശ്ശൂരിൽ എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. അതിനുവേണ്ടിയുള്ള അണിയറ നീക്കങ്ങളൊക്കെ നടക്കുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായി. ഇനിയിപ്പോൾ ഒരു പ്രഖ്യാപനത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതിതാ ഈ 6 മണിക്ക് ഇപ്പോൾ അല്പസമയത്തിനകം JP നദ്ദ മാധ്യമങ്ങളോട് പറയുമ്പോൾ ആ കാര്യത്തിൽ വ്യക്തത വരികയും ചെയ്യും. BJP തൃശ്ശൂർ നേതൃത്വം എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഈ പ്രവർത്തനങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്നത്? അവിടെ മറ്റ് 2 മുന്നണികളും സജീവമായി രംഗത്തുണ്ടല്ലോ. ഗോപികൃഷ്ണൻ, അത്തരത്തിൽ തന്നെയാണ്. ഒരു പ്രഖ്യാപനത്തിന്റെ ദൂരം മാത്രമേ തൃശ്ശൂരിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി എന്ന പേരിലേക്ക് എത്താൻ്റെ താമസം മാത്രമേ ഉള്ളൂ. എന്തായാലും തൃശ്ശൂരിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. കാരണം കേരളത്തിൽ തന്നെ ആദ്യമായ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങുന്നത് തൃശ്ശൂരിലായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ പ്രവർത്തകർ തയ്യാറാക്കി കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം സുരേഷ് ഗോപിയുടെ പേര് ഔദ്യോഗികമായി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് BJP കടക്കും. നേരത്തെയും സുരേഷ് ഗോപിയുടെ മുഖം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചാരണമായിരുന്നു BJP ഈ മണ്ഡലത്തിൽ ഉടനീളം നടത്തിയത്. ആ ഘട്ടത്തിലൊന്നും അദ്ദേഹത്തിന്റെ പേര് ഉയർത്തിക്കാട്ടിയിരുന്നില്ല. പകരം ഔദ്യോഗിക പ്രഖ്യാപനം വരട്ടെ, ആ സമയത്ത് സുരേഷ് ഗോപിയുടെ പേരുകൾ ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനിലേക്ക് കടക്കും എന്ന് BJP അറിയിച്ചിരുന്നതാണ്. അത്തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. എനിക്ക് പിന്നിൽ കാണുന്നത് ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കാനുള്ള ഫ്ലെക്സ് ബോർഡുകളാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തോടൊപ്പം ഒരു കാര്യവും കൂടി തൃശ്ശൂരിൽ BJP ചേർത്ത് വെക്കുന്നുണ്ട്. അതായത് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി, അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കും ലഭിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ സമ്മാനിച്ചുകൊണ്ടാണ്, മോദിയുടെ ഗ്യാരണ്ടി എന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് BJP സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും പ്രഖ്യാപനത്തിന്റെ ദൂരം മാത്രമേ ഉള്ളൂ. അതേസമയം ഇടതുമുന്നണിയാണെങ്കിൽ പോലും ഈ ക്യാമ്പ് വളരെ ശക്തമായ പ്രചരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ VS സുനിൽകുമാർ ഇറങ്ങുമ്പോൾ പോലും വലിയ ഒരു പ്രചരണത്തിലേക്ക്, ഒരു ശക്തമായ റോഡ് ഷോയിലേക്ക് പോലും അവരെ പ്രേരിപ്പിച്ചതിന്റെ ഘടകം പോലും ഈ സുരേഷ് ഗോപിയുടെ പ്രചരണമായിരുന്നു. കാരണം മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ തുടങ്ങി, ചുമരത്തുകളിൽ തുടങ്ങി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് ഈ BJP ക്യാമ്പ് തുടക്കം കുറിച്ചിരുന്നു. ആ വേളയിലെല്ലാം തന്നെ അവർ സുരേഷ് ഗോപിയുടെ മുഖം ഉയർത്തിക്കാട്ടിയിരുന്നു. പക്ഷേ പേര് പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ എന്നാൽ പോലും അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചാരണങ്ങളായിരുന്നു. പ്രധാനമന്ത്രി തൃശ്ശൂരിൽ ഇറങ്ങിക്കൊണ്ട് വനിതകളുടെ സംഗമം വിളിച്ചു ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുന്നു. അത്തരത്തിൽ കാടിളക്കിയുള്ള ഒരു പ്രചാരണം അത് BJP ക്യാമ്പ് നടത്തിയപ്പോൾ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ചും UDF ക്യാമ്പിനെ സംബന്ധിച്ചുമെല്ലാം വലിയ അതൃപ്തി, അല്ലെങ്കിൽ അവർക്കിടയിൽ പോലും ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അങ്ങനെ ഒരു വേളയിലാണ് കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി സുനിൽകുമാറിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്ന സമയത്ത് പോലും അവർ മറുവശത്ത് ശക്തി തെളിയിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ തൃശ്ശൂർ നഗരത്തിൽ പോലും സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് പോയത്. എന്തായാലും പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ കാടിളക്കിയുള്ള പ്രചാരണത്തിന് തയ്യാറെടുക്കുകയാണ് BJP. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഈ ഓഫീസിനകത്ത് വലിയ രീതിയിലുള്ള കൂട്ടായ്മകളുണ്ട്, പ്രവർത്തകരുണ്ട്. ഈ പ്രഖ്യാപനത്തിന് ശേഷം വലിയ ആഘോഷത്തോടുകൂടി ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് നിലവിൽ BJP ക്യാമ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണൻ.
സൂരജ് സജിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണെന്ന ഒരു പ്രഖ്യാപനത്തിന്റെ അകലം മാത്രമാണുള്ളത്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി സജീവമായി തന്നെ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് എന്ന് സൂരജ് സജി റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ BJPയുടെ 100 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ആ പ്രഖ്യാപനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. JP നദ്ദ അല്പസമയത്തിനകം വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയാകുമോ എന്ന ആകാംക്ഷ നിറഞ്ഞ ഒരു ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സ്വാധീനം ദക്ഷിണേന്ത്യയിൽ മുഴുവൻ BJPക്ക് അനുകൂലമായ വിധിക്ക് കാരണമാകും എന്ന കണക്കുകൂട്ടൽ BJPയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട്. കന്യാകുമാരിയിലോ അതല്ലെങ്കിൽ രാമനാഥപുരത്തോ മോദി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ എന്തൊക്കെ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വാരണാസിയിൽ 2019 ഇതുപോലെ മത്സരിക്കുമെന്നുള്ള വിവരവും നമുക്കുണ്ട്. അമിത്ഷാ മത്സരിക്കുക അദ്ദേഹത്തിന്റെ 2019 അദ്ദേഹം മത്സരിച്ച ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തന്നെയായിരിക്കും. രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിൽ ലക്നൌവിലായിരിക്കും അദ്ദേഹം മത്സരരംഗത്തുണ്ടാവുക എന്നും മനസ്സിലാക്കുന്നു. സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജ് ഒരുപക്ഷെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടാകുമെന്ന് കരുതുന്നു. ചലച്ചിത്ര താരം അക്ഷയ് കുമാർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ യുവരാജ് സിംഗ് ക്രിക്കറ്റ് താരം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇക്കുറി BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കണ്ടേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെ താരമൂല്യമുള്ളവരെ കളത്തിലിറക്കിയും അതോടൊപ്പം തന്നെ പരമാവധി സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ അവിടെ വളരെ സൂക്ഷ്മതയോടുകൂടി അവർക്ക് മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്തുമായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക. 100 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് അല്പസമയത്തിനകം ഉണ്ടാകാൻ പോകുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ദിലീപ് കുമാർ നമ്മളോടൊപ്പം തുടരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ്, ഇപ്പോൾ ഇനി വലിയൊരു താരനിര ഇത്തവണ ഒരുപക്ഷെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ടേക്കാം. അക്ഷയ് കുമാറിന്റെ പേര് പറയുന്നുണ്ട്, യുവരാജ് സിംഗിന്റെ പേര് പറയുന്നുണ്ട്, പിന്നെ BJPയുടെ സ്റ്റാൾവാർട്സ് ആയിരുന്ന സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് മത്സര രംഗത്തുണ്ടാകും എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി എനിക്ക് തോന്നുന്നു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന കൂടിയാലോചനകൾക്കൊക്കെ ഒടുവിൽ തയ്യാറാക്കപ്പെട്ട 100 പേരുടെ പട്ടികയാണ് അല്പസമയത്തിനകം പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പോൾ പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ പാകത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നതായിരിക്കുമല്ലോ BJP മാനദണ്ഡമാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ സർപ്രൈസ് എലമെന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കണം, അല്ലേ? ഗോപി, തീർച്ചയായും BJPയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ, അതായത് വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾക്കൊള്ളിക്കും എന്ന് തന്നെയാണ് നേരത്തെ മുതൽ തന്നെ ലഭിച്ചിരുന്ന സൂചനകൾ. കലാ, സാംസ്കാരികം, ചലച്ചിത്ര മേഖല, കായിക മേഖല തുടങ്ങിയതിൽ നിന്നുള്ളവരൊക്കെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകണം എന്ന് നേരത്തെ തന്നെ BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ ഈ പട്ടികയിൽ പറയുന്ന അക്ഷയ് കുമാർ, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമാണ്, ജന്മസ്ഥലമാണ് ചാന്ദിനി ചൗക്ക് ഡൽഹിയിലെ. അവിടെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി BJP നേതൃത്വം പരിഗണിക്കുന്നത്. അങ്ങനെ കങ്കണ റണൌത്ത്, അങ്ങനെയുള്ള നിരവധി പേർ ഈ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവർ ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയേക്കും. കേരളത്തിലും ഈ BJP പ്രവർത്തകർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ BJP നേതാക്കൾ എന്നതിന് പുറമെ ഇത്തരം മേഖലകളിൽ നിന്ന് ആരൊക്കെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടും എന്നത് കണ്ടറിയാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും അതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. പാർട്ടി നേതാക്കൾക്ക് മാത്രമായിരിക്കില്ല, മറ്റ് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയസമ്പന്നരായവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക. ഇത്തവണ 400-ലധികം സീറ്റുകളാണ് BJPയുടെ ലക്ഷ്യം. അത് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയും BJPയുടെ കേന്ദ്ര നേതൃത്വവുമൊക്കെ വ്യക്തമാക്കിയതാണ്. അബ് കി ബാർ 400 കെ പാർ എന്നുള്ള ആ മുദ്രാവാക്യത്തിലാണ് ഇത്തവണ BJP ആ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ലോക്സഭയിൽ വലിയ ഭൂരിപക്ഷം നേടുക എന്നത് തന്നെയാണ് ഇത്തവണയും BJP ലക്ഷ്യമിടുന്നത്. ഏതായാലും സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ അറിഞ്ഞു കഴിഞ്ഞവയാണ്. അതായത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും അവരൊക്കെ ഈ മണ്ഡലങ്ങളിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞവരാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ V മുരളീധരൻ തുടങ്ങിയവരൊക്കെ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് C കൃഷ്ണകുമാറിൻ്റെ പേരാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ മുഖ്യമായും പറഞ്ഞു കേൾക്കുന്നത്. പത്തനംതിട്ടയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതാണ് വളരെ കൗതുകമുള്ള കാര്യം. അത് PC ജോർജ് ആയിരിക്കുമോ അതോ അനിൽ ആന്റണി ആയിരിക്കുമോ അവിടെ സ്ഥാനാർത്ഥിയായി വരിക? ഇതല്ല, ഇവർ രണ്ടുപേരുമല്ല. നേരത്തെയുള്ള BJP നേതാക്കൾ ആരെങ്കിലും, PS ശ്രീധരൻപിള്ളയുടെയൊക്കെ പേര് ഒരു ഘട്ടത്തിൽ ഈ പത്തനംതിട്ടയിലേക്ക് പറഞ്ഞു കേട്ടിരുന്നതാണ്. അവരാരെങ്കിലും ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്നതും
ഇനി അറിയേണ്ട കാര്യമാണ്. ഏതായാലും നിർമ്മല സീതാരാമന്റെയും അതുപോലെ തന്നെ ജയശങ്കറിന്റെയും ഒക്കെ പേരുകൾ വളരെ സജീവമായി ഉയർന്നു കേട്ടിരുന്നു. അവിടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് AIADMK വലിയൊരു വെല്ലുവിളി BJPക്ക് ഉയർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ജയശങ്കറിനെയും നിർമ്മല സീതാരാമനെയും ഒക്കെ തമിഴ് മണ്ണിൽ മത്സരിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന ചോദ്യം ഉയർന്നത്. നമുക്കറിയാം, ഇരുവരും 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് അവരുടെ പ്രതിനിധികളായി എത്തിയിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ കർണാടകയിൽ നിന്നും അതോടൊപ്പം തന്നെ ജയശങ്കർ ഗുജറാത്തിൽ നിന്നും. ഈ 2 പേരും തമിഴ്നാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? അത് പരിഗണിക്കപ്പെടുമോ? ഗോപി, ഇപ്പോൾ ഇതിനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. കാരണം ഒരുപക്ഷെ നിർമ്മല സീതാരാമനെ തമിഴ്നാട്ടിൽ പരിഗണിച്ചേക്കാം. ജയശങ്കറിനെ പ്രധാനമായും ഗുജറാത്തിൽ തന്നെ വഡോദരയിൽ നിന്നാണ് പരിഗണിക്കുന്നത്. കാരണം ഇവർ 2 പേരും കേന്ദ്രമന്ത്രിസഭയിൽ നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ്. ഒന്ന് വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന വിദേശകാര്യമന്ത്രി S ജയശങ്കർ, മറ്റൊന്ന് ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇവർ 2 പേരെയും അവരുടെ തോൽവി എന്നത് BJP കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഏതായാലും ലക്ഷ്യമിടുന്നില്ല. അതേസമയം തന്നെ ഇവരുടെ സ്വാധീനത്തിലൂടെ, അതിൽ പ്രത്യേകിച്ച് നിർമ്മല സീതാരാമനെ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജയശങ്കറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയൊരു വ്യാപകമായ ജനപിന്തുണ അവകാശപ്പെടാൻ കഴിയില്ല. അദ്ദേഹം നേരത്തെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ആളല്ല, ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. സ്ഥാനപതിയായും ഇന്ത്യയുടെ സ്ഥാനപതിയായും വിദേശകാര്യ വക്താവായും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൂടുതൽ ഒരുപക്ഷെ കംഫർട്ടായി മത്സരിക്കാൻ കഴിയുക ഈ BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലായിരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം രാജ്യസഭയിൽ പ്രതിനിധീകരിക്കുന്ന ഗുജറാത്തിലെ വഡോദരയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. പക്ഷേ തമിഴ്നാട് അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവിടെ തമിഴ്നാട് ഒരു പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കർണാടക കഴിഞ്ഞാൽ തമിഴ്നാടാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം. അവിടെ വളർച്ചയുണ്ടാക്കാൻ കരുതും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഗോപി, ശരി, ദിലീപ് പറഞ്ഞതുപോലെ തന്നെ നിർണായകമായ മത്സരം കാഴ്ചവെക്കുന്ന 100 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും ഇന്ന് പുറത്തുവരാൻ പോകുന്നത്. BJP 100 സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ പോകുന്നു. JP നദ്ദ അല്പസമയത്തിനകം വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാക്കും. കേരളം, തമിഴ്നാട്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ എന്നിവിടങ്ങളിലെ മണ്ഡലങ്ങൾ ഇക്കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർ, പ്രമുഖർ, ഇവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ, അതിന്റെ പൂർണ്ണമായ ചിത്രമായിരിക്കും അല്പസമയത്തിനകം വ്യക്തമാകാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ ഇക്കുറി മത്സര രംഗത്തുണ്ടാകുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിനായി പറയപ്പെടുന്ന 2 ദക്ഷിണേന്ത്യയിലെ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരവും അതോടൊപ്പം തന്നെ കന്യാകുമാരിയും. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സര രംഗത്തുണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ സ്വാധീനം അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ വോട്ടുകളായി മാറും എന്ന് BJP നേതൃത്വം കരുതുന്നുണ്ട്. അതല്ല 2019 വാരണാസിയിലായിരിക്കുമോ നരേന്ദ്രമോദി മത്സരത്തിനുണ്ടാവുക? അമിത്ഷാ 2019 ഗുജറാത്തിലെ ഗാന്ധിനഗറിലും രാജ്നാഥ് സിംഗ് ലക്നൌവിലും മത്സര രംഗത്തുണ്ടാകും. ചലച്ചിത്ര താരങ്ങളായ അക്ഷയ് കുമാർ, കങ്കണ റണൌത്ത് എന്നിവർ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കായിക രംഗത്ത് നിന്നുള്ളവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. യുവരാജ് സിംഗിന്റെ പേരാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിനു പുറമെ സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജ് ഇക്കുറി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വളരെയധികം സസ്പെൻസ് നിറഞ്ഞ ഒന്നായി BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് അത്തരം അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. അതിലേറ്റവും കാതലായ ഒന്ന്, പ്രധാനമന്ത്രി ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുമോ, നരേന്ദ്രമോദി മത്സരിക്കുമോ എന്നുള്ളതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ അച്യുതൻ, ഞങ്ങളുടെ പ്രതിനിധി, ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരും. അല്പസമയത്തിനകം JP നദ്ദ വാർത്താ സമ്മേളനത്തിൽ BJPയുടെ 100 പേരടങ്ങുന്ന സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനു വേണ്ടി തയ്യാറായി എത്തുകയാണ്. അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് തിരികെ വരാം.